നമ്മൾ കരിക്കിതാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ലേശം കൂടെ മൂത്തതാണെങ്കിലും നല്ലതാണ് കേട്ടോ. കാര്യം വെച്ചാൽ എൻ്റേത് തീരെ അങ്ങോട്ട് മൂപ്പ് കുറഞ്ഞു. ഇതാ ഇത്രയും വേണം, അതാണ് ഒന്നും കൂടെ നല്ലത്. പിന്നെ മഷ്റൂമും ഇതാ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ്, ഒരു 10-30 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഈ വറുത്തരപ്പ്. നമ്മൾ ഇറച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ ബീഫിനും കടച്ചക്കയോ എന്തിനു വേണേലും വറുത്തരയ്ക്കാൻ വേണ്ടി നമ്മളൊരു വറുത്തരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വറുത്തരപ്പാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചിട്ടാണ്. ഇനി ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഒരു 10-30 ചെറിയുള്ളി ഉണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ശരിക്കും പറഞ്ഞില്ലേ, ഇങ്ങനെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്ന നമ്മുടെ പാവക്കൂണൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ട് വാങ്ങുന്ന കൂണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ഇടി വെട്ടുമ്പം മുട്ടി വിളച്ച് വരുന്നത് നമ്മുടെ കൂണില്ലേ, എന്ത് രുചിയാണെന്നറിയാവോ ആ കൂണ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ. അപ്പം വറുത്തരപ്പ് വേണം കേട്ടോ. ആ വറുത്തരപ്പും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വറുത്തരപ്പിലെ എല്ലാ പൊടികളും ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കണ്ടോ. മല്ലിപ്പൊടി ഇതാ ഈ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ. മുളക് പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും, ഒരു പിഞ്ച് ഗരം മസാലയാണ്. അതങ്ങിട്ട് കൊടുക്കുക. നമ്മുടെ വറുത്തരപ്പിനകത്ത് എല്ലാം ഉണ്ട്, അപ്പോൾ എരിവ് കൂടാതെ നോക്കിക്കോണം. ഇനി നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാവേ. ആ കൂടെ തന്നെ നമ്മുടെ കരിക്കും കൂടെ, കരിക്കിൻ്റെ കാമ്പ്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇതൊന്ന് വെന്തോട്ടെ. ഇച്ചിരി കൂടെ മൂത്ത കരിക്കാണെങ്കിൽ ആദ്യം കരിക്കിട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കരിക്കിട്ടിട്ട് അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം മാത്രമേ മഷ്റൂം ഇടാവുള്ളേ. കരിക്കൊന്ന് വെന്ത് സോഫ്റ്റ് ആകണം. ഇതിപ്പം അങ്ങനെയുള്ള കരിക്കല്ല, കുറച്ചും കൂടെ ഇളയതല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ, മഷ്റൂമും കരിക്കും ഒക്കെ വെന്തോന്ന് നോക്കണ്ടേ. ഒരു കുഴമ്പൻ കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു കറിയെ. കരിക്കും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ വറുത്തരപ്പാണ് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്തരപ്പ് കുറച്ച് മതിയേ. വെള്ളത്തിൽ കലക്കിയൊന്നും ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ കളറ് മാറും. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഈ വറുത്തരപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിലേ നമുക്ക് ഒരുപാട് കറികൾ ഇങ്ങനെ ഉണ്ടാക്കാവേ. പെട്ടെന്ന് തന്നെ പരിപാടി തീരുമല്ലോ. അപ്പം ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റുന്ന, ചോറിനും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ ഒരു അടിപൊളി കരിക്ക് മഷ്റൂം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാവുന്ന സൂപ്പർ ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇപ്പോൾ എന്താ പറയുക,
കരിക്കൊക്കെ ഇല്ല എങ്കിൽ വാങ്ങാൻ കിട്ടും. ഒരെണ്ണം വാങ്ങിച്ചിട്ടാണെങ്കിലും ഒന്നുണ്ടാക്കി നോക്കണേ, അത്രയും ടേസ്റ്റാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.